الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നാട്ടിൽ നിന്ന് ഒരുപാട് കാതങ്ങൾ അകലെ പ്രവാസ ലോകത്ത് പ്രവാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ് നമ്മളൊക്കെ. ജീവിതം പച്ചപിടിപ്പിക്കുവാനായി മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി നാട്ടിൽ നിന്ന് എത്തിച്ചേർന്നവരാണ് നമ്മളെല്ലാവരും. കുടുംബത്തിൽ നിന്ന് മാസങ്ങളും വർഷങ്ങളുമായി ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ വേണ്ടി അവരിൽ നിന്ന് വേർപിരിഞ്ഞ് കാലങ്ങളായി ഇവിടെ കഴിയുന്നവർ ഒരുപാടുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, അവരിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ് നമ്മൾ. പ്രവാസ ലോകത്ത് ഒരു പ്രവാസിയായി നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട, ബോധത്തോടുകൂടി ഇടപെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പ്രവാസം എന്നത് സാമ്പത്തിക നേട്ടത്തിനുള്ള അല്ലെങ്കിൽ സാമ്പത്തിക വിശാലതയ്ക്കുള്ള, അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര മാത്രമല്ല. മറിച്ച് പ്രവാസം എന്നത് ഈമാനിന്റെയും ക്ഷമയുടെയും ഉത്തരവാദിത്വത്തിന്റെയും ഒക്കെ ഒരു പരീക്ഷണശാല കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. കുടുംബത്തിൽ നിന്ന് വിദൂരതയിൽ കഴിയുമ്പോഴും പരലോകം, സ്വർഗം നഷ്ടപ്പെടാതിരിക്കാനുള്ള കരുതൽ നമുക്കുണ്ടാവണം. നമ്മുടെ തടിയെ നരകത്തിൽ നിന്ന് നമ്മൾ കാത്ത് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൂരെ നിൽക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിലും ആ ഒരു ജാഗ്രത വേണം. സൂറത്തു തഹരീമിലെ 6-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ ശരീരത്തെയും
നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഇണ തുടങ്ങി നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെയും ഒക്കെ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണേ എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, ഈ പ്രവാസ ലോകത്ത് നമ്മൾ എത്തുമ്പോഴും നാം ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത്, നമ്മുടെ ബന്ധം ഏറ്റവും സുദൃഢമാകേണ്ടത് ഒന്നാമതായി നമ്മുടെ റബ്ബുമായിട്ടാണ്. പ്രവാസത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ ജോലി ചെയ്ത് നമ്മൾ കച്ചവടത്തിലൂടെ ഉണ്ടാക്കുന്ന പണമല്ല എന്നും നമ്മൾ അമലുകളിലൂടെയും പുണ്യകർമ്മങ്ങളിലൂടെയും നേടിയെടുക്കുന്ന തഖ്വയാണ് എന്നും ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വീട്ടുകാരുടെ കണ്ണിൽപ്പെടാത്ത ഒരിടത്താണ് നമ്മളൊക്കെ ഉള്ളത്. പല അരുതായ്മകളിലേക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഇടങ്ങളിലേക്കും ചെന്ന് ചാടാൻ സാധ്യതയുള്ള ഒരിടം കൂടിയാണ് പ്രവാസം എന്ന് പറയുന്നത്. അതിനുള്ള വഴികൾ തുറന്നു തരാൻ ഒരുപാട് ആളുകൾ ചുറ്റുവട്ടത്തുണ്ടാകും. എത്രയോ പേർ നാട്ടിൽ നിന്ന് ദീനുള്ള അവസ്ഥയിൽ വന്ന് ഒന്നുമല്ലാത്ത സ്ഥിതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയാണെങ്കിലും നിന്റെ റബ്ബിന്റെ നിരീക്ഷണം അവിടെയുണ്ട്, നിന്റെ റബ്ബ് നിന്നെ നോക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിനെ നീ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മറ്റൊന്ന്, പ്രവാസ ലോകത്തേക്ക് എത്തുമ്പോൾ പാടില്ലാത്ത ഒരുപാട് മാർഗങ്ങളിലൂടെ സമ്പാദിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടിയേക്കാം. അവിടെ ഹലാലായ സമ്പാദ്യം അത് മാത്രമേ ഞാൻ തേടുകയുള്ളൂ എന്നും അത് മാത്രമേ എൻ്റെ പോക്കറ്റിലേക്ക് വരികയുള്ളൂ എന്നും നമ്മൾ ഉറപ്പുവരുത്തണം. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഈ നാട്ടിൽ ഒരുവിധം ആളുകളൊക്കെ നല്ല സാമ്പത്തിക ശേഷിയിലാണുള്ളത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരവസ്ഥയിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉണ്ടാക്കാനാണെങ്കിൽ എനിക്കും ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള പല വഴികളും അവസരങ്ങളും കിട്ടുന്ന ഒരിടം കൂടിയാണ് പ്രവാസം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടുതൽ ഉണ്ടാക്കാൻ ഹറാമിന്റെ വഴികൾ ഒരിക്കലും നമ്മൾ തേടാൻ പാടില്ല. ആരും അറിയില്ല, ആരും കാണില്ല എന്ന അവസരം മുതലാക്കി സമ്പാദിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാകും. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ നോട്ടം നമ്മളിലുണ്ട്. രണ്ടാമത്, ചില ആളുകളൊക്കെ ധരിച്ചു വെച്ചതുപോലെ പല വഴിക്കും പാടില്ലാത്ത വഴിക്കും ഒരുപാടുണ്ടാക്കിയിട്ട് പള്ളിക്കും യതീംഖാനയ്ക്കും മദ്രസയ്ക്കും ഒക്കെ മറുവഴിക്ക് നൽകിയാൽ അത് ഹലാലാകും എന്ന ഒരു ധാരണ പലർക്കും ഉണ്ട്. ചില ആളുകളൊക്കെ പള്ളിക്ക് ഒരുപാട് കൊടുക്കുമ്പോൾ വേറെ ചില ആളുകൾ കമന്റ് പറയും, അയാൾ ഉണ്ടാക്കിയ വഴിയൊക്കെ നമുക്കറിയാം. അപ്പൊ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു പരിശുദ്ധവാനാണ്, ശുദ്ധമായതല്ലാതെ ഒരിക്കലും അള്ളാഹു അവന്റെ മാർഗത്തിലേക്ക് സ്വീകരിക്കുകയില്ല എന്ന്. മൂന്നാമതായി, ഈ പ്രവാസ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇണയോടുള്ള, നമ്മുടെ ഭാര്യമാരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറക്കരുത് എന്നതാണ്. ഇടയ്ക്ക് ഒരാള് ഫോൺ ചെയ്യുന്നതാണ്, അദ്ദേഹം ഭയങ്കരമായി ചൂടായി സംസാരിക്കുന്നു. ഫോണെല്ലാം വെച്ച് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരോടാണ്? അത് കെട്ടിയോളോടാണ്, ഭാര്യയോടാണ്, അത് ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു. ഈ ഒരു രീതി സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ട്. ഇവിടെ നമ്മുടെ ടെൻഷൻ എല്ലാം കൂടി അവരുടെ മേലെ ഇറക്കി വെക്കുന്ന ഒരവസ്ഥ അതുണ്ടാകാൻ പാടില്ല. കാരണം ഭാര്യയിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുമ്പോൾ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അവളുടെ മാനസികാവസ്ഥയും അവളുടെ ആവശ്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. പണം അയക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാകുന്നില്ല. ചില ആളുകൾ പറയും, നിനക്ക് പണം മാസാമാസം അയച്ചു തരുന്നില്ലേ, ഇനി എന്താ വേണ്ടത്? അതിന്റെ പേരിൽ ചൂടാവുക, അതിന്റെ പേരിൽ ശാസിക്കുക, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്നേഹവും പരിഗണനയും നല്ല വാക്കുകളും അതുപോലെ പരസ്പര വിശ്വാസവും ഇതെല്ലാം അകലെ നിൽക്കുമ്പോഴും നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഇണകൾക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭർത്താക്കന്മാരായി മാറുന്നത്. കുറവുകളും വീഴ്ചകളും ഇല്ലാത്ത ആരാണ് ഈ ഭൂലോകത്തുള്ളത്? നമ്മുടെ ഇണകളിലെ നല്ല സ്വഭാവങ്ങളിൽ നമുക്ക് തൃപ്തിപ്പെടാൻ കഴിയണം. ഇനി ഖുർആൻ പറഞ്ഞു നോക്കൂ, സൂറത്ത് 4-ാം അധ്യായം നിസായിലെ 19-ാം വചനം, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്,
فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا وعاشروهن بالمعروف ഏറ്റവും മാന്യമായി നീ ഇടപെടേണ്ടത്, ഏറ്റവും മാന്യമായി നീ വർത്തിക്കേണ്ടത് നിന്റെ ഇണയോടാണ്. فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. നീ ഒരു കാര്യം നിന്റെ ഇണയിൽ വെറുക്കുന്നുണ്ടെങ്കിൽ, നീ ഇഷ്ടപ്പെടുന്നില്ല, അതിൽ പോലും അള്ളാഹു ഖൈറ് വേറെ ചിലത് വെച്ചിട്ടുണ്ട് എന്നാ. നീ കാണാത്ത ചില കാര്യങ്ങൾ നിന്റെ ഭാര്യയിൽ നീ കാണുന്ന പോരായ്മയിൽ അള്ളാഹു അതിനപ്പുറത്ത് വേറെ ചില ഖൈറുകൾ വെച്ചിട്ടുണ്ട് എന്ന് റബ്ബ് പറയാണ്. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ പോലും ചില ആളുകളുടെ വലിയ തർക്കങ്ങളിലേക്ക് എത്തി പിണങ്ങി ആകെ പ്രശ്നമായി ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന അവസ്ഥയൊക്കെ പല വീടുകളിലുണ്ട്. അതിന് നമ്മൾ കാരണമാകാൻ പാടില്ല എന്ന. നാലാമത്, ഒരു പ്രവാസി എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളുടെ വളർച്ചാ കാലഘട്ടങ്ങളെ അറിയണം. നമ്മൾ പോരുമ്പോ അവർക്ക് 3 പിന്നെ 10 15 വയസ്സായി മാറിയിട്ടുണ്ട്. അവർക്ക് നൽകേണ്ടത് നൽകാൻ നമുക്ക് കഴിയണം. ചില വാപ്പമാർ മക്കളല്ലേ എന്തു ചോദിച്ചാലും ആയിക്കോട്ടെ മോനെ മോളെ അത് നീ വാങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ അവർ വാങ്ങും. ഒരുപക്ഷെ അവരുടെ ആഗ്രഹങ്ങളുടെ അതിരുകളും അതിർവരമ്പുകളും തിരിച്ചറിയാതെ മക്കളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുത്ത് ഒരുപക്ഷെ ആ മക്കളെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളുടെ പരിധികേടുകളും അറിഞ്ഞുകൊണ്ടാവണം അവർക്ക് നൽകേണ്ടത്. അതിരുവിട്ട ആഗ്രഹങ്ങൾക്ക് തടയിടാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഫോൺ എന്നും നമ്മളെ വീട്ടിലേക്ക് വിളിക്കും. നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഉമ്മയോടൊക്കെ നമ്മൾ സംസാരിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവരുടെ പഠനത്തെ പറ്റി ചോദിച്ചറിയണം. എന്ത് പഠിച്ചു എന്ന്, ടീച്ചറെ പറ്റി, അങ്ങനെ എല്ലാം നമ്മൾ ചോദിച്ചറിയണം. അവരുടെ പഠന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവണം. അതേപോലെ തന്നെ നമസ്കാരത്തെ പറ്റി ഓർമ്മപ്പെടുത്തണം. പല രക്ഷിതാക്കൾ ശ്രദ്ധിക്കാറില്ല, വാപ്പമാർ ശ്രദ്ധിക്കാറില്ല. പ്രിയപ്പെട്ട മകന് ലുക്മാൻ അൽ ഹക്കീം കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ശിർക്ക് തൊട്ടങ്ങോട്ട് തുടങ്ങി മോനെ എന്ന് വിളിച്ചുകൊണ്ട്, യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് ലുക്മാൻ അൽ ഹക്കീം ഉപദേശങ്ങൾ നൽകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ലോകം അറിയപ്പെട്ട വ്യക്തിയായി മാറിയത്. ഒരു ഉപ്പ മകന് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കേണ്ട രൂപത്തിൽ സ്നേഹത്തോടു കൂടി നൽകി എന്ന കാരണത്താലാണ് എത്യോപ്യക്കാരനായ നീഗ്രോ വംശജനായ ഒരു ഉപ്പ, അല്ലെ, ആശാരിപ്പണിക്കാരനോ മറ്റോ ആയിരുന്ന ഒരു ഉപ്പ ലുക്മാൻ അൽ ഹക്കീം ലോകത്തറിയപ്പെട്ട വ്യക്തിയായി മാറിയതും ഖുർആനിൽ ഒരു അധ്യായത്തിന് അദ്ദേഹത്തിന്റെ പേര് വന്നതും ആ ഒരു കാരണത്താലാണ്. അല്ലെ, പ്രിയപ്പെട്ട മകന് കൊടുക്കേണ്ട അദബുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന കാരണത്താലാണ്. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ, അവരെ വിളിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് പറയാനുണ്ടാകും. അത് ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. അതേപോലെ അവരുടെ ചെറിയ വിജയങ്ങളെ പോലും പ്രോത്സാഹിപ്പിക്കണം. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയിട്ട് ഉപ്പ എനിക്ക് 50-ൽ 50 ഉണ്ട് എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞ് ഒന്ന് മൂളി വിടാതെ അതിനെ എത്ര നന്നായി പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ പ്രോത്സാഹിപ്പിക്കണം. അവരെ അഭിനന്ദിക്കണം. അതേപോലെ തന്നെ വീണ്ടും വിജയങ്ങൾ ജീവിതത്തിൽ ചെറുതും വലുതുമായി വരുമ്പോൾ എന്റെ ഉപ്പയോട് എനിക്കത് ആദ്യം പറയണം എന്നുള്ള ഒരു തോന്നൽ മക്കളിൽ ഉണ്ടാക്കുന്ന വിധം ആ മക്കളോട് പെരുമാറാൻ നമുക്ക് കഴിയണം. അവരുടെ ദീനീ കാര്യങ്ങളെ പറ്റി ചോദിച്ചറിയുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹു പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഇണയിൽ നിന്നും എന്റെ സന്താനങ്ങളിൽ നിന്നും എനിക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ എന്നുള്ള ഒരു പ്രാർത്ഥന, അത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ മറന്നുപോകാൻ പാടില്ല. മകനെന്ന ഉത്തരവാദിത്തം പൂർണ്ണമായും നമ്മൾക്ക് നിറവേറ്റാൻ കഴിയണം. മറക്കാതെയുള്ള ഫോൺ കോളുകൾ അവരിലേക്ക് എത്തണം. അവരുടെ ആവശ്യങ്ങൾ അന്വേഷിക്കണം, അത് പൂർത്തീകരിച്ചു കൊടുക്കണം. സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറയണം. ഒരുപക്ഷെ ഒരു ഉപ്പയ്ക്ക്, ഒരു ഉമ്മയ്ക്ക് അവരേറ്റവും ആഗ്രഹിക്കുന്നത് ആ മകന്റെ ഒരു കോളായിരിക്കും. ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ നീളുന്ന കോളുകൾ ഒരുപക്ഷെ അവരുടെ ശരീരത്തിന്റെ വേദനകളെ പോലും ഇല്ലാതാക്കി കളയും. ഏറ്റവും നന്നായി അവരോട് മാനസികമായ നീതി പുലർത്തിക്കൊണ്ട് സംസാരിക്കാൻ പറ്റണം.
വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഏറ്റവും മാന്യമായ, ഏറ്റവും ആദരണീയമായ വാക്ക് പറയുകയും മുഖം കറുപ്പിക്കാതെ സംസാരിക്കുകയും എന്ന വാക്കുപോലും തന്റെ വായിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ശുദ്ധ ഖുർആൻ പറയാണ്, അവരാണ് നിന്റെ സ്വർഗം, അവരാണ് നിന്റെ നരകം. അവരുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം, അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾ നമുക്ക് എത്ര വലിയ അവസരമാണ് സ്വർഗത്തിന്. അതുകൊണ്ട് അവരെ വിസ്മരിക്കരുത്. അവർക്ക് വേണ്ടതെല്ലാം ഈ വിദൂരത്ത് നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള മക്കളായി മാറാൻ, അങ്ങനെയുള്ള ഇണകളോട് കടമകൾ നിറവേറ്റുന്ന ഭർത്താക്കന്മാരായി മാറാൻ, മക്കളോട് കടമകൾ നിർവഹിക്കുന്ന കുടുംബനാഥന്മാരായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രവാസ ലോകത്തെത്തി പലരും പച്ച പിടിക്കുമ്പോ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്നിടത്ത് നിന്ന് പലരും ആർത്തിയിലേക്കും ആഡംബരത്തിലേക്കുമൊക്കെ മാറാറുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച ഒരു സംഭവവും അതിന് സമാനമാണ്. ഇത് വലിയൊരു അപകടമാണ്. നാട്ടിൽ ജീവിക്കുമ്പോ ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ഗൾഫിലെത്തി നല്ലൊരു ജോലി കിട്ടി, ഒരു കച്ചവടത്തിനുള്ള ഒരു അവസരം തുറന്നു വന്നു, ഒരുപാടുണ്ടാകുമ്പോൾ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് എന്ന ഒരു ചിന്തയും ബോധവും നമുക്കുണ്ടാവണം. നമുക്ക് നാട്ടിൽ പറമ്പുകൾ ഒരുപക്ഷെ നമ്മൾ വാങ്ങിയിട്ടിട്ടുണ്ടാകും. നമ്മുടെ കൂട്ടുകാരോടും വേണ്ടപ്പെട്ടവരോടും പറയും, ഇതെന്റെ സ്ഥലമാണ് എന്ന് നമ്മൾ പറയും. ഈ ലോകത്ത് നമ്മൾ വാങ്ങിയിട്ട സ്ഥലത്ത് ജീവിച്ചു പോയ എത്രയോ ആളുകൾ, എത്രയോ ആധാരങ്ങൾ മാറ്റി എഴുതിയിരിക്കുന്നു. എത്രയോ പേർ കൈ ചൂണ്ടി ഇതെന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞു പോയവർ ഇന്ന് ഭൂമിക്കടിയിലാണ്, 6 അടി അടിയിലാണ്. നമുക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ അള്ളാഹു ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് നൽകിയതാണ്. അതിന്റെ ഉത്തരവാദിത്വവും ഉടമസ്ഥാവകാശവും റബ്ബിലാണ്, റബ്ബിന്റെ അടുത്താണ് എന്ന ബോധത്തോടുകൂടി എത്രയുണ്ടെങ്കിലും ആ ഒരു ബോധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു തന്ന സമ്പത്തിനെ അനുഗ്രഹമായി കണ്ട് അതിന്റെ ഹക്കുകൾ കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സൗഹൃദ ബന്ധങ്ങളാണ്. ഏറ്റവും നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കാനും ഏറ്റവും നല്ല കൂട്ടായ്മകളിൽ പങ്കാളിയാകാനും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സൗഹൃദ ബന്ധങ്ങളും ഒരിക്കലും നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്നവരാവരുത്. ബാച്ചിലേഴ്സായി നമ്മളൊക്കെ താമസിക്കുമ്പോൾ എത്രയോ നല്ല അവസ്ഥയിൽ, ദീനുള്ള അവസ്ഥയിൽ വന്നിട്ട് ചില റൂമുകളിൽ എത്തിപ്പെടുമ്പോൾ പിന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ഒരുപക്ഷെ മയക്കുമരുന്നിന്റെയും ലോകത്തേക്ക് എത്തിപ്പെടുന്നവർ, കൂടെ താമസിക്കുന്നവർ അല്ലെങ്കിൽ ആ റൂമിലേക്ക് എത്തിപ്പെടുന്നവർ നമ്മളെ മെല്ലെ മെല്ലെ അതിലേക്ക് കൊണ്ടുപോകുന്നു. തിരിച്ചു പോകുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കൾ തന്റെ ഉപ്പയെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ, പ്രിയപ്പെട്ട ഇണയ്ക്ക് തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട അവസ്ഥ വന്നു ചേരുകയാണ്. അത്തരം സാഹചര്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ വഴിമാറി പോകാതിരിക്കാൻ ജാഗ്രത പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ കഴിഞ്ഞ ദിവസം നേപ്പാളിൽ ഉണ്ടായ വലിയൊരു പ്രളയം, ഒരു മഴയൊന്നുമില്ല, ഒരുപാട് ആളുകൾ മരണപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലായിരിക്കും പല സംഭവങ്ങളും ഇതുപോലെ നടക്കുക. ആ ഒരു ബോധത്തോടു കൂടി ആവണം. വളരെ ഭീകരമായ, ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു അത്. എത്രയോ ആളുകളാണ് അതിൽ മരണപ്പെട്ടത്. പ്രിയമുള്ളവരെ, ആകസ്മികമായിരിക്കും ഒരുപക്ഷെ നമ്മുടെയൊക്കെ മടക്കം എന്ന ബോധത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാനെ നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിലും ക്ഷമയോടെ, കരുത്തോടുകൂടി ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന തവക്കുലിൽ മുമ്പോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദഅവ പ്രബോധന പ്രവർത്തന മേഖലയിൽ നിരന്തരം
സജീവമായി ഇടപെട്ടിരുന്ന ഷാദിർ എന്ന നമ്മുടെ നാട്ടിലെ ഒരു സഹോദരൻ, ചെറുപ്പക്കാരൻ, ചെറിയ പ്രായമുള്ള, അവൻ ഇന്നലെ ആക്സിഡന്റിൽ മരണപ്പെട്ട വിവരം നിരന്തരം ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകളാണ് അവനെ പറ്റി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ അർഹമായ ഇടം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.